ഇന്ന് നമുക്ക് ചിക്കൻ കടായി ചിക്കൻ ഉണ്ടാക്കാം. അതിനായി 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായി ഏകദേശം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ. അത് ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയായിരുന്നു. ഒരു നാരങ്ങയുടെ നീര്, നാരങ്ങ നീരോ വിനാഗിരിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ നാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഒരു ശകലം വെള്ളം കൂടെ ചേർത്ത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്താൽ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിനൊക്കെ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ആവാറായി. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: 4 സവാള ഈ സ്ക്വയറായിട്ട് അരിഞ്ഞത്, 2 ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 1 2 കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റായി അരച്ച് വെച്ചിട്ടുണ്ട്, 2 തക്കാളി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, സ്പ്രിംഗ് ഒണിയൻ ലാസ്റ്റ് ചേർക്കാൻ, മല്ലിയില ലാസ്റ്റ് ചേർക്കാനായി, പിന്നെ സോയാ സോസ്, ടൊമാറ്റോ കെച്ചപ്പ് ഇത് ലാസ്റ്റ് നമുക്ക് ചേർക്കണം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാം? ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ ഏകദേശം ചിക്കൻ പൊരിക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. 2-3 ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റാം. എണ്ണയൊന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഓരോ കഷ്ണമായി പറക്കിയിടാം. രണ്ട് 3 തവണയായിട്ട് നമുക്കത് ഫ്രൈ ചെയ്ത് മാറ്റാൻ പറ്റും. എല്ലാ സൈഡും തിരിച്ചിട്ട് വീണ്ടും ഇതൊന്ന് ഫ്രൈ ആകട്ടെ. ചിക്കനൊക്കെ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കനും കൂടെ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ആക്കി. സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് തിരിച്ചിടാം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം.
ഇനി ഈ ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയ ശേഷം നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് ഉള്ളി ഒന്ന് വഴറ്റാം. കുറച്ച് ഓയിൽ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴറ്റാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതെടുക്കാൻ ചേർക്കാം. അതിനകത്തൊന്ന് ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടുമ്പോൾ 2 കറിവേപ്പില ചേർക്കാം. സവാളയൊക്കെ ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർക്കാം. അത് ഈ ഓയിലൊന്ന് മൂപ്പിക്കാം. ഉള്ളിയൊക്കെ ചെറുതായി അങ്ങ് വഴഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർക്കാം. അതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. രണ്ട് മീഡിയം തക്കാളിയാണ്. അതുപോലെ ഒന്ന് വഴറ്റും. തക്കാളിയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ഈ ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യും. പച്ചമണം മാറുന്നവരെ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യും. ക്യാപ്സിക്കം എല്ലാം വേണ്ടി കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. എല്ലാം ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ചാൽ ഇളക്കി അടച്ചു വെച്ചൊരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു തിള വന്നു കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിം ആക്കാം. എൻ്റെ വീഡിയോ അതേ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. കടായി ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൽ കുറച്ച് കറി കൂടി ചേർക്കാൻ. ചിക്കനൊക്കെ ഒരുവിധം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയില, കുറച്ച് സ്പ്രിംഗ് ഒണിയൻ എല്ലാം കൂടെ ചേർത്തൊന്ന് നന്നായി ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കടായി ചിക്കൻ റെഡി. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടാക്കിയത്. കടായി ചിക്കൻ റെഡി.